ഹലോ, തീർച്ചയായിട്ടും സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് 2026 മെയ് 13 മുതലുള്ള ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് നോക്കാം. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയം 75 രൂപയുടേതാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സർമദ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സർമദ്. അത് അറിയപ്പെടുന്ന പേരാണ് സാത്താൻ-2. സർമദ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാത്താൻ-2. 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി അധ്യക്ഷനാണ് പാർക്ക് ചാൻ മുക്ക്. പാർക്ക് ചാൻ മുക്കാണ് 2026 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി അധ്യക്ഷൻ പാർക്ക് ചാൻ മുക്കാണ്. 2026 മെയിൽ അന്തരിച്ച കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് PhD നേടിയ പ്രശസ്ത എഴുത്തുകാരനാണ് ഡോക്ടർ രാധാകൃഷ്ണ പിള്ള. 2026 മെയിൽ അന്തരിച്ച കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് PhD നേടിയ പ്രശസ്ത എഴുത്തുകാരനാണ് ഡോക്ടർ രാധാകൃഷ്ണ പിള്ള. അന്തരിച്ചത് ഏത് വർഷമായിരുന്നു? 2026 മെയിലാണ് അന്തരിച്ചത് ഡോക്ടർ രാധാകൃഷ്ണ പിള്ള. ഡോക്ടർ രാധാകൃഷ്ണ പിള്ള സ്ഥാപിച്ച സ്ഥാപനമാണ് ചാണക്യ ആൻഡ് വിക്ഷിക്കി. ചാണക്യ ആൻഡ് വിക്ഷിക്കിയാണ് ഡോക്ടർ രാധാകൃഷ്ണ പിള്ള സ്ഥാപിച്ച സ്ഥാപനം. 2026 ചാത്തന്നൂർ മോഹൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് ആർ ആതിര. 2026 ചാത്തന്നൂർ മോഹൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആർ ആതിരയാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലമാണ് ദാൻജിയാങ് പാലം, തായ്വാൻ. ദാൻജിയാങ് പാലം ഏത് രാജ്യത്താണ്? തായ്വാനിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സിംഗിൾ മാസ്റ്റ് അസിമെട്രിക് കേബിൾ സ്റ്റേഡ് പാലമാണ് ദാൻജിയാങ് പാലം, തായ്വാൻ. 2026 മെയിൽ അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരിയും ചെറുകഥാകൃത്തുമായ വ്യക്തിയാണ് സജിനി പവിത്രൻ. ആലപ്പുഴ സ്വദേശിയാണ് സജിനി പവിത്രൻ. 2026 മെയിൽ അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരിയും ചെറുകഥാകൃത്തുമായ വ്യക്തിയാണ് സജിനി പവിത്രൻ. സജിനി പവിത്രന് മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് 1985ലാണ്. സിനിമ അമ്മയ്ക്ക് വേണ്ടി. സംവിധായകൻ പത്മരാജൻ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പേരിൽ സിനിമയാക്കിയ സജിനി പവിത്രൻ രചിച്ച റേഡിയോ നാടകമാണ് അമ്മയ്ക്ക് വേണ്ടി. സംവിധായകൻ പത്മരാജൻ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പേരിൽ സിനിമയാക്കിയ സജിനി പവിത്രൻ രചിച്ച റേഡിയോ നാടകമാണ് അമ്മയ്ക്ക് വേണ്ടി. ഉഗാണ്ടയുടെ പ്രസിഡന്റായിട്ട് 7ാമത് അധികാരമേറ്റത് യോവേരി മുസേവേനിയാണ്. ഉഗാണ്ടയുടെ പ്രസിഡന്റായിട്ട് 7ാമത് അധികാരമേറ്റത് യോവേരി മുസേവേനി. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള എക്കോ പർജ് എന്ന കണ്ടുപിടുത്തത്തിന് 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി വിദ്യാർത്ഥിനിയാണ് ആര്യ സതീശൻ. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിനുള്ള എക്കോ പർജ് എന്ന കണ്ടുപിടുത്തത്തിന് 2026 എർത്ത് പ്രൈസ് യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി വിദ്യാർത്ഥിനിയാണ് ആര്യ സതീശൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ജീവിതം ആസ്പദമാക്കി ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള അദ്ദേഹത്തിന്റെ വീടായ വേലിക്കകത്ത് വീടിന്റെ ചുറ്റുമതിലിൽ കേരള ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ചിത്രമതിലാണ് മായാമുദ്രകൾ. എന്ന പേര് മായാമുദ്രകൾ. VSന്റെ ജീവിതത്തിലെ 30 സന്ദർഭങ്ങളാണ് ചിത്രമാകുന്നത്. ചിത്രമതിലെ ആദ്യ ചിത്രം വസൂരി ബാധിച്ച് താൽക്കാലിക കുടിലേക്ക് മാറ്റി പാർപ്പിച്ച അമ്മയെ കാണാൻ അച്ഛന്റെ കൈപിടിച്ച് VS എത്തുന്നതാണ് ആദ്യത്തെ ചിത്രം. അവസാന ചിത്രം വിലാപയാത്രയാണ്. 2026 മെയിൽ അന്തരിച്ച പ്രശസ്ത സസ്യരോഗ ശാസ്ത്രജ്ഞയാണ് എൽ തങ്കമ്മ. 2026 മെയിൽ അന്തരിച്ച പ്രശസ്ത സസ്യരോഗ ശാസ്ത്രജ്ഞ എൽ തങ്കമ്മ. ഇന്ത്യൻ സായുധ സേനയ്ക്കുള്ള ആദര സൂചകമായിട്ട് പ്രശസ്ത അൾട്രാ മാരത്തൺ ഓട്ടക്കാരിയും ലോക റെക്കോർഡ് ഉടമയുമായ സൂഫിയുടെ മാരത്തൺ ഓട്ടമാണ് റൺ ഫോർ ഡ്രീംസ്. ഇന്ത്യൻ സായുധ സേനയ്ക്കുള്ള ആദര സൂചകമായിട്ട് പ്രശസ്ത അൾട്രാ മാരത്തൺ ഓട്ടക്കാരിയും ലോക റെക്കോർഡ് ഉടമയുമായ സൂഫിയുടെ മാരത്തൺ ഓട്ടമാണ് റൺ ഫോർ ഡ്രീംസ്. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് 11 സംസ്ഥാനങ്ങളിലൂടെ 5000 കിലോമീറ്റർ സഞ്ചരിച്ച് ലഡാക്കിലെ കാരക്കോറം ചുരത്തിൽ മാരത്തൺ സമാപിക്കും. യൂറോപ്യൻ T20 ലീഗിലെ ഡബ്ലിൻ ഫ്രാഞ്ചൈസിയെ സ്വന്തമാക്കിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രാഹുൽ ദ്രാവിഡ്. യൂറോപ്യൻ T20 ലീഗിലെ ഡബ്ലിൻ ഫ്രാഞ്ചൈസിയെ സ്വന്തമാക്കിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രാഹുൽ ദ്രാവിഡാണ്. 2026 ലാ ലീഗ ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ. 2026 ലാ ലീഗ ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണയാണ്. ഇന്ത്യൻ സീനിയർ റഗ്ബി ടീമിൽ അംഗമാകുന്ന ആദ്യ മലയാളി പെൺകുട്ടിയാണ് KP ആതിര. ഇന്ത്യൻ സീനിയർ റഗ്ബി ടീമിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളി പെൺകുട്ടി KP ആതിര. തൃശൂർ സ്വദേശിയാണ് KP ആതിര. ഇന്ത്യൻ സീനിയർ റഗ്ബി ടീമിൽ അംഗമാകുന്ന ആദ്യ മലയാളി പെൺകുട്ടിയാണ് അത് KP ആതിരയാണ്. വേറൊരു ആതിര നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതെന്തായിരുന്നു?
2026 ചാത്തന്നൂർ മോഹൻ സാഹിത്യ പുരസ്കാര ജേതാവാണ് ആർ ആതിര ട്ടോ. ആർ ആതിരയാണ് 2026 ചാത്തന്നൂർ മോഹൻ സാഹിത്യ പുരസ്കാര ജേതാവ് ആർ ആതിരയാണ്. ആതിരയുടെ കവിതാ സമാഹാരമാണ് മീനേ മീൻമണമേ. മീനേ മീൻമണമേ എന്നാണ് ആതിരയുടെ കവിതാ സമാഹാരം. ഇന്ത്യയുടെ വിശ്രുത ചിത്രകാരി അമൃത ഷെർഗിലിനെ കുറിച്ചുള്ള സിനിമയാണ് അമ്രി. ഇന്ത്യയുടെ വിശ്രുത ചിത്രകാരി അമൃത ഷെർഗിലിനെ കുറിച്ചുള്ള സിനിമയാണ് അമ്രി. മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മലയാളിയാണ് അഞ്ജലി ശിവരാമനാണ്. അമൃത ഷെർഗിൽ അന്തരിച്ച വർഷം 1941. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. റോഡരികില് 500-ലധികം സൈൻ ബോർഡുകളും കോൺവെക്സ് മിററുകളും സ്വന്തം ചെലവിൽ വൃത്തിയാക്കി ശ്രദ്ധേയനായ കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് എം വിവേകാനന്ദൻ. റോഡരികിലെ 500-ലധികം സൈൻ ബോർഡുകളും കോൺവെക്സ് മിററുകളും സ്വന്തം ചെലവിൽ വൃത്തിയാക്കി ശ്രദ്ധേയനായ കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് എം വിവേകാനന്ദൻ. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സർമദ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് റഷ്യ അവകാശപ്പെടുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? സർമദ്. അറിയപ്പെടുന്ന പേര് സാത്താൻ 2 എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശനാണ്. മുഴുവൻ പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് മുഴുവൻ പേര്. വടശ്ശേരി ദാമോദരൻ സതീശനാണ് മുഴുവൻ പേര്. നിയോജക മണ്ഡലം പറവൂർ നിയോജക മണ്ഡലത്തിലാണ്. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് വി ഡി സതീശനാണ്. 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയനാണ്. ആസാം മുഖ്യമന്ത്രിയുടെ തുടർച്ചയായിട്ട് 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ആസാം മുഖ്യമന്ത്രിയായിട്ട് തുടർച്ചയായി 2ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ് ഗവർണർ. ആസാമിന്റെ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയാണ്. ആസാമിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അജന്ത നിയോഗ്. ആസാമിലെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അജന്ത നിയോഗാണ്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായിട്ട് 5ാം തവണയും അധികാരമേറ്റത് എൻ രംഗസ്വാമി. പുതുച്ചേരി മുഖ്യമന്ത്രിയായിട്ട് 5ാം തവണയും അധികാരമേറ്റത് എൻ രംഗസ്വാമിയാണ്. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥനാണ്. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ. 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിന്റെ പേരാണ് ഗാർഡാസിൽ 4. ഗാർഡാസിൽ 4 ആണ്. 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലെ പെൺകുട്ടികൾക്ക് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിന്റെ പേരാണ് ഗാർഡാസിൽ 4 എന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിനാണ് സർവാക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ HPV വാക്സിന്റെ പേരാണ് സർവാക്ക്. യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 സാമ്പത്തിക സഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. അതിവേഗത്തിൽ 2ആയി പിളരുകയാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. അതിവേഗത്തിൽ 2ആയി പിളരുകയാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ആദ്യ ബഹിരാകാശ മനുഷ്യവാസ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് ലഡാക്കിലെ സോക്കാർ താഴ്വരയിലാണ്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ആദ്യ ബഹിരാകാശ മനുഷ്യവാസ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് സോക്കാർ താഴ്വര ലഡാക്കിലാണ്. ലോകത്തിലെ 6ാമത്തെ ബഹിരാകാശ പരീക്ഷണ കേന്ദ്രമാണ് സോക്കാർ താഴ്വര ലഡാക്ക്. മിഷൻ മിത്രയുടെ ലക്ഷ്യമാണ് ബഹിരാകാശത്തിന്റെ കഠിനമായ സാഹചര്യങ്ങളിലും ഐസൊലേഷനുകളിലും മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും സഹപ്രവർത്തകരുമായിട്ട് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 5000 മീറ്റർ ദൂരപരിധിയിലുള്ള 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. നേരത്തെ ഇത് 50 മീറ്റർ ആയിരുന്നു. ഇപ്പോൾ അത് 500 മീറ്റർ ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. വ്യവഹാരികൾക്ക് ജുഡീഷ്യൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നതിനായിട്ട് 2026 മെയ് മാസത്തിൽ ജുഡീഷ്യറി ആരംഭിച്ച AI പവേർഡ് വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് സുസഹായ്. വ്യവഹാരികൾക്ക് ജുഡീഷ്യൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നതിനായിട്ട് 2026 മെയ് മാസത്തിൽ ജുഡീഷ്യറി ആരംഭിച്ച AI പവേർഡ് വെർച്വൽ അസിസ്റ്റന്റിന്റെ പേരാണ് സുസഹായ്. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചത് പ്രശാന്ത് പിസയാണ്.
2026 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളികളാണ് മേജർ ജനറൽ പി.വി. ലിസമ്മ, ദീപ ബിജു, വി.എസ്. മഞ്ജുമോള്, ദീപ ബിജു, പി.വി. ലിസമ്മക്കാണ് 2026 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളികള്. ലക്ഷദ്വീപിൽ നിന്നുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാര ജേതാവാണ് കെ. ആയിഷ ബീവി. ലക്ഷദ്വീപിൽ നിന്നുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാര ജേതാവ് കെ. ആയിഷ ബീവിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ യുവ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റായ ഫിബ അണ്ടർ-18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിലെ 2026 വേദിയാണ് അഹമ്മദാബാദ്. ഏഷ്യയിലെ ഏറ്റവും വലിയ യുവ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റായ ഫിബ അണ്ടർ-18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ വേദിയാണ് അഹമ്മദാബാദ്. ഇന്ത്യ 3ാം തവണയാണ് വേദിയാവുന്നത്. 1998, 2004, 2026 വേദിയാവുന്നത്. ലോകകപ്പിനുള്ള ഖത്തറിന്റെ 35 അംഗ സാധ്യത ടീമിൽ സ്ഥാനം പിടിച്ച മലയാളിയാണ് തഹസിൻ മുഹമ്മദ്. ലോകകപ്പിനുള്ള ഖത്തറിന്റെ 35 അംഗ സാധ്യത ടീമിൽ സ്ഥാനം പിടിച്ച മലയാളിയാണ് തഹസിൻ മുഹമ്മദ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. അടുത്തിടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത് ഭോപ്പാലിലാണ്. അടുത്തിടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആൽഗെ ട്രീ സ്ഥാപിച്ചത് ഭോപ്പാലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവ് ഔദ്യോഗികമായി പിൻവലിച്ച സംസ്ഥാനം കർണാടക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവ് ഔദ്യോഗികമായി പിൻവലിച്ച സംസ്ഥാനം കർണാടക. ചുവന്ന കൊടുവേലി സംയുക്തത്തിന് ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ചുവന്ന കൊടുവേലി സംയുക്തത്തിന് ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്ക് കപ്പലാണ് ഹാജി അലി. ഒമാൻ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരുകയും മുങ്ങുകയും ചെയ്ത ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ചരക്ക് കപ്പലാണ് ഹാജി അലി, MV ഹാജി അലി. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സായി ഉയർത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സ്റ്റേറ്റാണ് തമിഴ്നാട്. മദ്യം ഉപയോഗിക്കുന്നത് കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്നോ 21 വയസ്സായി ഉയർത്താൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ 21 തരം വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനായി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പ്രശസ്ത് 2.0. പ്രശസ്ത് 2.0 പ്രശസ്തിന്റെ ഫുൾ ഫോമാണ് പ്രീ അസസ്മെന്റ് ഹോളിസ്റ്റിക് സ്ക്രീനിംഗ് ടൂൾ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക് യൂണിക്കോൺ ആയി മാറിയ കമ്പനിയാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടെക് യൂണിക്കോൺ ആയി മാറിയ കമ്പനിയാണ് സ്കൈറൂട്ട് എയ്റോസ്പേസ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പുതിയ കോച്ചാണ് ഫ്രെഡറിക് സോയേഴ്സ്. ഫ്രാൻസിന്റേതാണ് ഫ്രെഡറിക് സോയേഴ്സ്. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പുതിയ കോച്ചായി നിയമിതനാകുന്നത് ഫ്രെഡറിക് സോയേഴ്സ് ആണ്. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യ എ ടീമിൽ ഇടം നേടിയ 15 വയസ്സുകാരനാണ് വൈഭവ് സൂര്യവംശി. ക്യാപ്റ്റൻ തിലക് വർമ്മയാണ്. വൈസ് ക്യാപ്റ്റനാണെങ്കിൽ റയാൻ പരാഗ്. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ എ ടീമിൽ ഇടം നേടിയ 15 വയസ്സുകാരനാണ് വൈഭവ് സൂര്യവംശി. ക്യാപ്റ്റൻ തിലക് വർമ്മയും വൈസ് ക്യാപ്റ്റനാണ് റയാൻ പരാഗാണ്. 2026 SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 99.07%. 2025 SSLC വിജയശതമാനം 99.5%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്, 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല തിരൂരാണ്. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ലയാണെങ്കിൽ പത്തനംതിട്ടയും ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരമാണ്. എന്തൊക്കെ പറഞ്ഞത്? വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടും ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല തിരൂരുമാണ്. റവന്യൂ ജില്ല വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയും വിജയശതമാനം ഏറ്റവും കുറവാണുള്ളത് തിരുവനന്തപുരമാണ്. 2026 SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയ ജില്ലയാണെങ്കിൽ കൊല്ലം ജില്ലയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് പരീക്ഷാ ഭവനാണ് SSLC ഫലപ്രഖ്യാപനം നടത്തിയത്. ഓക്കെ, താങ്ക് യു.